പങ്കുവയ്ക്കേണ്ട സന്ദേശം നമുക്ക് ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം. ഇതിനായിട്ട് ജില്ലയെ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, ആദ്യം തന്നെ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒരിക്കൽ ഒരാൾക്ക് സ്വർഗവും നരകവും നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു. ആദ്യം അയാൾ പോയത് നരകത്തിലേക്കാണ്. അവിടെ ഒരു വലിയ മേശയ്ക്ക് ചുറ്റും ഒത്തിരി ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ സ്വാദുള്ള ഭക്ഷണവുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, എല്ലാവരുടെയും കയ്യിൽ നീളമുള്ള സ്പൂണുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. സ്പൂണിന് നീളം കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ഭക്ഷണം വായിലെത്തിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വിശന്ന് തളർന്ന് കരയുകയായിരുന്നു. അവിടെ നിന്ന് അയാൾ സ്വർഗത്തിൽ ചെന്നു. അവിടെ കണ്ട കാഴ്ച സമാനമായിരുന്നു. വലിയ മേശ, സ്വാദുള്ള ഭക്ഷണം, കയ്യിൽ നീളമുള്ള സ്പൂണുകൾ. പക്ഷെ അവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. അവർ ആ സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം എത്തിക്കുന്നത് സ്വന്തം വായിലല്ല, മറിച്ച് മേശയ്ക്ക് അപ്പുറം ഇരിക്കുന്ന ആൾക്ക് അത് നൽകുകയായിരുന്നു. അവിടെ വെച്ച് അയാൾ ആ വലിയ സത്യം മനസ്സിലാക്കി. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ നരകം അനുഭവിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പരിശുദ്ധ ത്രിത്വവുമായുള്ള സ്നേഹായിക്യത്തിൽ പരിപൂർണ സന്തോഷം കണ്ടെത്തുന്ന ഇടമാണ് സ്വർഗം എന്ന്. നമ്മുടെ ഈ തിരുനാൾ ആഘോഷം സ്വർഗത്തിലെ ആ സ്നേഹ വിരുന്നിന്റെ ഒരു മുന്നോടിയാണ്. വാദ്യഘോഷങ്ങളോടെയുള്ള തിരുനാൾ പ്രദക്ഷിണം സ്വർഗത്തിലേക്ക് നാം നടത്തുന്ന നമ്മുടെ ജീവിതയാത്രയുടെ പ്രതീകമാണ്. ചെണ്ടമേളങ്ങളും ദീപാലങ്കാരങ്ങളും സ്വർഗീയ മഹത്വത്തിന്റെ മുന്നാസ്വാദനങ്ങളാണ്. ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയായി വിശുദ്ധരുടെ മാതൃകകളുണ്ട്. നാം ഇന്ന് പ്രത്യേകമായി അനുസ്മരിക്കുന്ന പരിശുദ്ധ അമ്മയും വിശുദ്ധ ഗീവർഗീസും മറ്റെല്ലാ വിശുദ്ധരും ഈ സ്വർഗയാത്രയിൽ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിലായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അവരുടെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് അതേ ലക്ഷ്യത്തെ എത്തിച്ചേരാൻ നാമും മുന്നേറുകയാണ്. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിൽ നടന്നവർ മാത്രമല്ല, നമ്മോടൊപ്പം നടന്ന ചിലരും ഇതിനോടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമാകണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് നമ്മോടൊപ്പം നടന്ന് ലക്ഷ്യത്തിൽ എത്തിയ ഒരാളാണ്. ജീൻസും ടീഷർട്ടും ധരിച്ച് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് ജീവിച്ച കാർലോയെ പോലെ ഈ ആധുനിക കാലഘട്ടത്തിലും വിശുദ്ധി എന്നത് നമുക്ക് അപ്രാപ്യമായ ഒന്നല്ല എന്ന് നാം തിരിച്ചറിയണം. ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടാൽ, വഴിയിലെ കാഴ്ചകളിൽ കണ്ണുടക്കി യാത്ര മുടങ്ങിയാൽ, അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നവരെ അനുഗമിച്ച് വഴി തെറ്റിയാൽ നമ്മുടെ ഈ യാത്ര നിഷ്ഫലമായി പോകും. നമ്മൾ എത്തിച്ചേരുന്നതും കാത്ത് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്കവിടെ. വഴി കാണിക്കാൻ സ്വന്തം പുത്രനെ അയച്ച് നടക്കേണ്ട വഴിയുടെ സകല വിശദാംശങ്ങളും ആ അപ്പൻ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കുമാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം പലപ്പോഴും ദൈവത്തെ ഒരു കർക്കശക്കാരനായ ചക്രവർത്തിയെ പോലെയാണ് കാണുന്നത്. എന്നാൽ ചക്രവർത്തിയുടെ മകൻ മടിയിൽ കയറിയിരുന്ന് താടിയിൽ പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ കളിക്കുന്ന ആ വലിയ സ്നേഹബന്ധത്തിലേക്കാണ് നമ്മുടെ വിളി. നമ്മെ ഒരു ദാസനായി അല്ല, മറിച്ച് സ്വന്തം മകനായി സ്വീകരിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരേക്കാൾ അത്യുന്നതമായ ദൈവപുത്ര സ്ഥാനമാണ് അവിടുന്ന് നമുക്കായി കരുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഈ പരിശുദ്ധിയിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ നമ്മളെ അശുദ്ധമായതിനെ എല്ലാം ദൈവം ശുദ്ധീകരിക്കും. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ
തീച്ചൂളയിലൂടെയാണ് അവിടുന്ന് നമ്മെ മാറ്റിയെടുക്കുന്നത്. സഹനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു കഥ ഓർമ്മ വരികയാണ്. കാലുകൾ മാത്രമുണ്ടായിരുന്ന കുഞ്ഞിക്കിളികളോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചിറകുകൾ നൽകാം. അപ്പോൾ കിളികൾ പരാതിപ്പെട്ടു, ദൈവമേ, ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിലാണ് ഈ ചിറകുകളുടെ ഭാരം കൂടി. എന്നാൽ ചിറകുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അവയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ചിറകുകളെ തങ്ങൾ വഹിക്കുകയല്ല, മറിച്ച് ചിറകുകൾ തങ്ങളെ വഹിക്കുകയാണെന്ന്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളാകുന്ന കുരിശുകൾ. നാം അത് ഭാരപ്പെട്ട് വലിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത്, മറിച്ച് ആ കുരിശുകളെ സ്നേഹത്തോട് സ്വീകരിച്ചാൽ അവ നമ്മെ സ്വർഗത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകും. ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ നമ്മുടെ അപ്പനായി സ്വീകരിക്കുമ്പോൾ ഏത് സഹനത്തെയും സന്തോഷത്തോടെ നേരിടാൻ ദൈവം നമുക്ക് കൃപ നൽകും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ സന്യാസ സഭയ്ക്ക് അംഗീകാരം തേടി റോമിൽ ചെന്നപ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തോട് ചോദിച്ചു, ഫ്രാൻസിസെ, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഒട്ടും മടിക്കാതെ ഫ്രാൻസിസ് പറഞ്ഞു, ഉവ്വ് പിതാവേ, ഞാൻ കണ്ടിട്ടുണ്ട്. വിസ്മയത്തോടെ മാർപ്പാപ്പ വീണ്ടും ചോദിച്ചു, എന്നാണ് നീ അവിടുത്തെ കണ്ടത്? ഫ്രാൻസിസ് പറഞ്ഞു, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. എങ്കിൽ ദൈവം നിന്നോട് എന്താണ് പറഞ്ഞത് എന്ന് മാർപ്പാപ്പയുടെ അടുത്ത ചോദ്യത്തിന് ഫ്രാൻസിസ് നൽകിയ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, ദൈവം എന്നെ കുഞ്ഞേ എന്ന് വിളിച്ചു. ഞാൻ ദൈവത്തെ അപ്പ ആയിരുന്നു. ആ രാത്രി മുഴുവൻ അപ്പ, കുഞ്ഞേ എന്നുള്ള വിളികളിൽ മാത്രം ഞങ്ങൾ കഴിച്ചു കൂട്ടി. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാം വിളിക്കുമ്പോൾ ദൈവം നമ്മെ കുഞ്ഞേ എന്ന് തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നാൽ ആ വിളി കേൾക്കാനും ആ സ്നേഹം അനുഭവിക്കാനോ നീക്കാതെ നാം തിരക്കിട്ട് പ്രാർത്ഥനകൾ ചൊല്ലിത്തീർത്ത് എഴുന്നേറ്റ് പോവുകയാണ്. പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വിശുദ്ധ ബർണാഡ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറുപടിയായി ബർണാഡിനെ സ്വസ്തി എന്ന് അമ്മ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം സംസാരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തോടാണ്. അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി മറുപടി നൽകുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളും തിരുനാൾ ആഘോഷങ്ങളും വെറും ചടങ്ങുകളാകാതെ അത്തരമൊരു സ്നേഹ സംഭാഷണമായി മാറുന്നിടത്താണ് നമ്മുടെ ആത്മീയത പൂർണ്ണമാകുന്നത്. ദൈവവുമായി ഇത്തരമൊരു ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഒരു പുഴു പൂവാറ്റിയായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടും. പുഴുവായി മരിക്കാനല്ല, മറിച്ച് മനോഹരമായ ഒരു പൂമ്പാറ്റയായി മാറാനാണ് നമ്മുടെ വേളി. വിശുദ്ധരൊക്കെ ഇതുപോലെ രൂപാന്തരപ്പെട്ടവരാണ്. നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഉള്ളിൽ ദൈവവിചാരത്തോട് സ്വീകരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ആ രൂപാന്തരീകരണം സംഭവിക്കും. ഒരു അമ്മ ഏത് ജോലി തിരക്കിലും തന്റെ കുഞ്ഞിനെ ഓർക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ തിരക്കുകൾക്കിടയിലും ദൈവവുമായി ഉള്ള ഈ ഒരു ആത്മബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും. കടലിന്റെ ഉപരിതലത്തിൽ തണുത്ത വെള്ളം ഒഴുകുമ്പോൾ അതിന്റെ അഗാധങ്ങളിൽ തിളച്ച വെള്ളം ഒഴുകുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നമ്മുടെ ജീവിതവും അതുപോലെയാകണം. ലോകത്തിന്റെ തിരക്കുകളാകുന്ന തിരമാലകൾക്ക് താഴെ ഹൃദയത്തിന്റെ അഗാധതയിൽ ദൈവസ്നേഹത്തിന്റെ ഒരു തിളച്ച ഒഴുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സ്നേഹമാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്ര നാം വിചാരിക്കുന്നത്രേ ദുഷ്കരമല്ല. ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ദൈവം തരും. ചരിത്രത്തിൽ വലിയ സ്ഥാനങ്ങളോ വിദ്യാഭ്യാസമോ ഇല്ലാതിരുന്ന 13 വയസ്സുകാരിയായ മരിയ ഗുരേറ്റിയുടെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ്. 14 തവണയാണ് അലക്സാണ്ടർ അവളെ കഠാര കൊണ്ട് കുത്തിയത്. ഒരു കൊതുക് കടിച്ചാൽ പോലും അക്രമാസക്തനാകുന്ന നമുക്ക് അവളുടെ ആത്മധൈര്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കുത്തേറ്റ് വീഴുമ്പോൾ അവൾ കരഞ്ഞത് അവൾക്ക് വേണ്ടിയല്ല, മറിച്ച് അലക്സാണ്ടറെ, നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകും എന്നാണ്. മരണക്കിടക്കയിൽ വെച്ച് അവൾ പറഞ്ഞു, ഞാൻ അലക്സാണ്ടറിനോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. സ്വർഗത്തിൽ അവൻ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് അമ്മ പഠിപ്പിച്ച ആ വലിയ സത്യത്തിലായിരുന്നു അവർ ജീവിച്ചത്. ലോകത്തിലെ സകല ജ്ഞാനവും ഉണ്ടായിരുന്ന സോളമനും കരുത്തനായ സാംസണും അഭിഷിക്തനായ ദാവീദും പോലും വീട് പോയിടത്താണ് ഈ കുഞ്ഞു പെൺകുട്ടി തന്റെ സ്നേഹം കൊണ്ട് ജയിച്ചത്. വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്ര നാം വിചാരിക്കുന്നത്രേ പുഷ്കരമല്ല. ഉള്ളിൽ ആത്മാർത്ഥമായൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ദൈവം തരും. നാം ഓരോ ചെറിയ നന്മ ചെയ്യുമ്പോഴും നമുക്ക് നൽകപ്പെട്ട കൃപ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഒരു രാജാവും ബ്രാഹ്മണനും ചെസ് കളിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രാഹ്മണൻ ജയിച്ചപ്പോൾ രാജാവ് ചോദിച്ചു എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന്. ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടത് വളരെ ലളിതമായ ഒന്നായിരുന്നു. ചെസ് ബോർഡിന്റെ ആദ്യത്തെ കളത്തിൽ ഒരു നില ഇടുക, അടുത്ത കളത്തിൽ അതിന് ഇടുക, അതായത് 2 നില. മൂന്നാമത്തെ കളത്തിൽ 2ന്റെ ഇരട്ടിയായ 4 നില. അങ്ങനെ 64 കളങ്ങളിൽ നെല്ല് വെക്കണം. രാജാവിന് ഇതൊരു നിസ്സാര കാര്യമായി തോന്നി. എന്നാൽ 64 കളങ്ങളിൽ നെല്ല് ഇരട്ടിപ്പിച്ചു വന്നപ്പോൾ രാജ്യം മുഴുവനുള്ള നെല്ല് കൊണ്ടുവന്നാലും അത് പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. വിശുദ്ധരൊക്കെ ഇതുപോലെ ഓരോ നിമിഷവും ഓരോ ചെറിയ നന്മകളിലൂടെ കൃപ ഇരട്ടിപ്പിച്ച് വളർന്നവരാണ്. അതുപോലെ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹവും കുഞ്ഞു കുഞ്ഞു നന്മകളും നമ്മെ വലിയ വിശുദ്ധരാക്കും. ഒരു പൂമ്പാറ്റയുടെ ചിറകുകളിൽ പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിൽ വലിയൊരു കൊടുങ്കാറ്റിന് കാരണമായിരിക്കാം എന്ന് പറയപ്പെടുന്നു. ഇതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തിക്കും ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കരുത്തുണ്ട്. അത് നന്മയായാലും തിന്മയായാലും. വിശുദ്ധ ബൈബിളിൽ നാം പലയിടത്തും കാണുന്നു. നീതിമാനായ ഒരുവനെ പോലും ജെറുസലേം തെരുവീഥികളിൽ കണ്ടെത്താത്തത് കൊണ്ടാണ് ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. വെറും 10 നീതിമാന്മാർ പോലും ഇല്ലാതിരുന്നതിനാലാണ് സോദോം ഗൊമോറ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. കാനാൻ ദേശം നോക്കാൻ പോയവരെ 10 പേർ ദൈവത്തിൽ അവിശ്വസിച്ചപ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചത് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനതയാണ്. അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. അതുപോലെ നമ്മളിൽ ഒരാൾ നന്നായാൽ പോലും ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു നന്മകളിലൂടെ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന്, അതുവഴി ലോകത്തിന്റെ രൂപാന്തരീകരണത്തിന് നമുക്ക് തുടക്കമിടാം. നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ അത്തരമൊരു മാറ്റത്തിനുള്ള നല്ലൊരു നിമിത്തമാകട്ടെ. സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിരുന്നു എന്നാണ്. എന്നാൽ ഈശോ സാക്ഷാൽ വചനമാണ്. ശബ്ദവും വചനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്നാപകന്റെ ശബ്ദം നിലച്ചപ്പോഴാണ് ഈശോയുടെ വചനം കൂടുതൽ ശക്തിയോടെ മുഴങ്ങാൻ തുടങ്ങിയത് എന്ന് നാം സുവിശേഷങ്ങളിൽ കാണുന്നു. നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ ചെണ്ടമേളങ്ങളുടെയും വെടിക്കെട്ടിന്റെയും വെറും ശബ്ദങ്ങളിൽ മാത്രം അവസാനിക്കാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമായി മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹിക്കപ്പെടുന്നവരെ, മനോഹരമായ ഒരു തിരുനാൾ സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു. കുഞ്ഞു പെൺകുട്ടിയുടെ വലിയ സാക്ഷ്യം വിശുദ്ധ മരിയ ഗുരുത്തിയുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ സന്ദേശം പങ്കുവച്ച മറ്റൊരു കുഞ്ഞു പെൺകുട്ടിയായ ജിഎൻഎക്ക് എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ പ്രദക്ഷിണത്തിന് ഇവിടെ
വരവേറ്റ സ്വാഗതം നൽകിയ